ഗൈസ്, അങ്ങനെ നമ്മളിന്ന് കൊളംബോയിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ റൂം ഞാൻ കാണിച്ചു തരാം. നോക്കി, ഒന്നും പറയാനില്ല കേട്ടോ, കിടിലൻ റൂം. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബെഡൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നിന്ന് കർട്ടൻ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാം. അതുണ്ടാവും, ഒരു രക്ഷയില്ല. ഇപ്പോൾ സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നത്. അപ്പോൾ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. വണ്ടികളൊക്കെ പോകുന്ന നല്ല വ്യൂ ആണ്. അപ്പുറത്ത് കടൽ കാണാം. ഇനി മെയിനായിട്ടുള്ള സംഭവം ഇതല്ല, ഈ കാണുന്ന വാതിലാണ് നമ്മൾ വാഷ്റൂമിലേക്ക് കയറുന്നത്. അതും നല്ല അടിപൊളി കേട്ടോ, നല്ല വാഷ്റൂം, ഷവർ ഏരിയ ഒക്കെ ഉണ്ട്. ആൻഡ് ടോയ്ലറ്റിലിരിക്കുമ്പോൾ പോലും നമുക്ക് അവിടെ ഒരു ജനൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കടൽ കാണാം. അതെന്തായാലും സൂപ്പർ. കണ്ടോ, ഇതാണ് സംഭവം. നല്ല ജനൽ കറക്റ്റ്. പക്ഷെ വെയിലിപ്പം ഇങ്ങോട്ട് അടിക്കുന്നത്. ഇപ്പം എന്തായാലും അത് താത്തിയിടേണ്ടി വരും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ സംഭവം അടിപൊളി. സത്യം പറഞ്ഞാൽ ശ്രീലങ്ക വന്നിട്ട് ഇന്നാണ് ഒരു ഫ്രീ ഡേ കിട്ടുന്നത്. അതായത് സമയം ഇപ്പോൾ 4:30 പോലും ആയിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ കുറേ നാളെ വിചാരിക്കണേ കൊളംബോ സിറ്റി പറ്റിയാലൊന്ന് നടന്ന് കാണുന്നുള്ളത്. നമ്മളിപ്പോൾ കൊളംബോ സിറ്റിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഏരിയയിലാണുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ബീച്ചിൻ്റെ അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി എൻ്റെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്കൊന്ന് നടന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് വേറൊരു രാജ്യത്ത് സോളോ ആയിട്ട് വന്നിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. നമുക്ക് നോക്കാം നമുക്ക് എന്താ കാണാൻ പറ്റുന്നു. ഗൈസ്, അങ്ങനെ ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിന്ന് താമസിക്കുന്ന മോർവൻ ഹോട്ടൽ കൊളംബോ അതിൻ്റെ മുമ്പിലേക്ക് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ, ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഡയറക്ഷനിലേക്കാണ് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നടന്നു തുടങ്ങണം. ഏകദേശം 20 മിനിറ്റ്സ് നടക്കണം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ വണ്ടി വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് നൈസായിട്ട് ക്രോസ് ചെയ്യാം. ഗൈസ്, അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ഫോറിൻ കൺട്രി കൂടി ഒറ്റയ്ക്ക് നടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ പോകുമ്പോഴെല്ലാം എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് യാത്ര ദുബായി പോയപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മലേഷ്യ പോയപ്പോൾ പൂജ ഉണ്ടായിരുന്നു, അതിന് മുന്നേ തായ്ലൻഡിൽ പോയപ്പോൾ മായ്മച്ചാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ പുറത്തെ രാജ്യത്തൊരു സിറ്റി ഞാൻ ഒറ്റയ്ക്ക് നടന്ന് കാണാനായിട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ത്രില്ലുണ്ട് എൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാലെ ഫേസ് ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു അടിപൊളി അർബൻ പാർക്കുണ്ട് ഇവിടെ. അവിടെ ഒത്തിരി ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്. നമ്മുടെ കൊളംബോ സിറ്റിയുടെ തന്നെ ഒരു മെയിൻ അട്രാക്ഷനാണ്. അപ്പം അങ്ങോട്ടൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏകദേശം 18 മിനിറ്റ് നടക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ടലിരിക്കുന്ന സ്ഥലവും ഈ കാണുന്ന സ്ട്രീറ്റൊക്കെ ഇത് കൊല്ലുപീഡിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ശ്രീലങ്കയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി കൊളംബോയിലാണെന്നുണ്ടെങ്കിൽ, ഈ കൊല്ലുപീഡിയ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റേ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാര്യം ഇതാണ് മെയിൻ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റാണ്, അല്ലെങ്കിൽ ഒരു മെയിൻ പ്രൊവിൻസ്, വെസ്റ്റേൺ പ്രൊവിൻസാണിത്. കൊളംബോ ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ വെസ്റ്റ് പ്രൊവിൻസിലായിട്ടാണ് ഈ കൊല്ലുപീഡിയ സ്ഥിതി ചെയ്യുന്നത്. നമ്മളുടെ പ്രൈം മിനിസ്റ്റർ, ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ വസതിയും വരെ ഇവിടെയാണ്, കൊല്ലുപീഡിയയിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒത്തിരി വലിയ ഹോട്ടൽസൊക്കെ ഉണ്ട്. അതെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ഷെറാട്ടണൊക്കെ കാണാം. ഷെറാട്ടൺ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ കൊളംബോയിലെ മെയിൻ ഹോട്ടൽസൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾ സ്റ്റേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അത് ഇവിടെ വൈയുടെ ഒരു ഓഫീസൊക്കെ കാണാം കേട്ടോ. ആക്ച്വലി ഇന്നും കൂടിയേ നമ്മൾ ശ്രീലങ്കയിലുള്ളൂ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 10 മണിക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈവനിങ് ഇവിടുത്തെ മെയിൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ നടന്ന് കണ്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇറങ്ങിയത്. അത്യാവശ്യം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടി റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഇഷ്ടം പോലെ വണ്ടികളും തിരക്കൊക്കെ കൂടി വരികയാണ്. പിന്നെ ക്ലൈമറ്റ് നല്ലതാണ്, വലിയ വെയിലൊന്നുമില്ല. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആവാറായി. അപ്പോഴാണ് ഞാൻ കാണാറിറങ്ങിയത്. കണ്ടോ, വലിയ ബിൽഡിങ്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ 5:30 ഇറങ്ങിയോണ്ട് തന്നെ വെയിലും ഇല്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സമാധാനമായിട്ട് നടന്ന് കാണാം. പിന്നെ ഫുട്പാത്തൊക്കെ നല്ല വീതിയുണ്ട് കേട്ടോ ഈ സ്ട്രീറ്റിൽ. വണ്ടികൾ അതിലേ പോയിക്കോളും. ആരും അങ്ങനെ ഫുട്പാത്തിൽ കൂടെ കയറ്റി വണ്ടിയൊന്നും ഓടിക്കുന്നില്ല. പിന്നെ എസ്പെഷ്യലി കൊളംബോയിൽ ഡ്രൈവിംഗ് കൾച്ചറും വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് തോന്നി. ആൾക്കാരൊക്കെ അത്യാവശ്യം മാന്യമായിട്ട് ഓടിക്കുന്നത്. പിന്നെ ഓട്ടോക്കാരൊക്കെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ചെന്നാൽ കാണുന്ന പോലെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഓട്ടോ വേണമെന്ന്. കേരളത്തിൽ ഞാൻ അത്രയും നമ്മുടെ ഓട്ടോക്കാർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഇവിടെ ഇവർ ചോദിക്കുന്നുണ്ട് സൈറ്റ് സീയിങ് അവിടെ കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും എല്ലാവരെയും വേണ്ടാന്ന് പറഞ്ഞ് വിടുകയാണ്. ഇവിടെ ഇങ്ങോട്ട് നോക്കിയാലും നല്ല വലിയ ബിൽഡിങ്സ് ആണ് കേട്ടോ. പിന്നെ അത് ആ നേരെ കാണുന്നുണ്ടോ, നമ്മൾ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ കണ്ട കൊളംബോ ലോട്ടസ് ടവറാണത്. ലോട്ടസ് ടവർ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, അടിപൊളി. അപ്പോൾ നമുക്ക് ഇനിയും നടക്കാനുണ്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം. ഗൈസ്, അങ്ങനെ ഞാൻ നടന്ന് കൊളംബോയിലെ മനോഹരമായ ഗാലെ ഫേസ് ഗ്രീൻ പ്രൊമനേഡിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ എന്താ പറയുക, നല്ല മനോഹരമായ ഒരു പുൽമൈതാനം. ഇതിപ്പോൾ ഒരു അർബൻ പാർക്ക് എന്നുള്ള രീതിയിൽ പബ്ലിക്കിനെ തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇതാദ്യം ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ ഹോഴ്സ് റേസിങ്ങിനും ഗോൾഫ് കോഴ്സായിട്ടും
അതുപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, പോളോ, ടെന്നീസൊക്കെ കളിക്കാനുള്ള സ്ഥലമായിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഒരു അർബൻ പാർക്കായിട്ട് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ കോസ്റ്റിനോട് ചേർന്ന് 500 മീറ്റർ ലെങ്ത്തിലാണ് ഈ ഗാലെ ഫേസ് ഗ്രീൻ അർബൻ പാർക്ക് കിടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഗാലെ ഫേസ് ബീച്ചുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ട്രെച്ച് അങ്ങോട്ട് നടക്കണം. എന്തായാലും അങ്ങോട്ട് നടന്നു നോക്കാം. പക്ഷേ ഇത് മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ ഓരോരുത്തർ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് കപ്പിൾസൊക്കെ ഉണ്ട്. അവരൊക്കെ എന്താ പറയുക, ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. അപ്പം ഫോറിനേഴ്സൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. നമുക്ക് ഇതിൽ നടക്കാം. അവിടെ ഇങ്ങനെ ചെറിയ ഫുഡ് കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. തൊട്ടിപ്പുറത്ത് റോഡുണ്ട്. മൊത്തത്തിൽ നല്ല ഫീലുള്ളൊരു സ്ഥലം. ഇത് ഇവിടെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു ബജിക്കട പോലത്തെ ഒരു കടയിൽ എന്തൊക്കെയോ ചേട്ടൻ വെറൈറ്റി സാധനങ്ങൾ വെച്ചാണ് കേട്ടോ. ഇത് മൊത്തം ഫിഷിൻ്റെ എന്തൊക്കെയോ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് മറ്റേ ഉള്ളിവട പോലെ ഉണ്ട്, പക്ഷേ അതും ഫിഷ് വെച്ചുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് വലിയ പ്രോൺസൊക്കെ ഇരിപ്പുണ്ട്. എന്തൊക്കെ ഇവിടെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം ഫ്രൈഡ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. റൊട്ടിയുണ്ട്, ഇവിടെ പ്രോൺസ് ഇരിപ്പുണ്ട്. പിന്നെ മുകളിൽ ഇതേ വട പോലത്തെ എന്തോ സാധനമൊക്കെ ഇരിക്കണം. എന്തായാലും അടിപൊളി. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. പക്ഷെ അത് മേടിച്ച് കഴിക്കാൻ എനിക്കൊരു ധൈര്യമില്ല. എന്തായാലും നമുക്ക് ഈ അർബൻ പാർക്കിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ആ വെള്ളത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞാൻ നടന്ന് ഇങ്ങ് അറ്റം വരെ എത്തി, വെള്ളത്തിൻ്റെ അടുത്ത് വരെ എത്തി. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വാക്ക് വേ പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു റോഡ് പോലെ ഇട്ടിട്ടുണ്ട്. അതിലേക്കൂടി നമുക്ക് നടക്കാം. ഒത്തിരി ആൾക്കാരൊക്കെ അതിലേക്കൂടി നടക്കുന്നുണ്ട്. കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ മറ്റേ കപ്പലിലേക്ക് വെക്കുന്ന ചേട്ടന്മാർ മറ്റേ മണിയടി പോലത്തെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ തന്നെയാണെന്ന്. പക്ഷേ അടിപൊളി കേട്ടോ. ഇന്ത്യൻ ഓഷനാണ് ഈ കാണുന്നത്. നല്ല ഇന്ത്യൻ ഓഷൻ്റെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ. പിന്നെ അതെ അവിടെ എന്തോ അത് പാലം പോലെയൊക്കെ കാണാം. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുണ്ടോ ദൂരെ. പക്ഷെ മൊത്തത്തിൽ നല്ല ഫീലുണ്ട്. ഞാൻ പക്ഷെ പ്രതീക്ഷയിലും വേഗം സൺസെറ്റായി, സൂര്യൻ പോയി. ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. എന്തായാലും നമുക്ക് ഈ സ്ട്രെച്ച് വഴി ഒന്ന് ആ സൈഡിലേക്കും കൂടെ നടന്നു നോക്കാം. ഇത് നമ്മളുടെ കൊച്ചി മറ്റേ കണ്ടെയ്നർ ടെർമിനലൊക്കെ പോലെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. അത് ഇവിടെ നിന്നാ നമുക്ക് എന്തായാലും നടന്നു നോക്കാം. കടലിൻ്റെ എതിർവശം കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്സും വണ്ടികളൊക്കെ പോകുന്നതും പിന്നെ അതേ നല്ല ഉയരമുള്ള ബിൽഡിങ്സൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും നല്ലൊരു ഫീലുള്ള സ്ഥലം കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു രാജ്യത്തോട് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഭയങ്കരം തന്നെ. ഒരു ചേട്ടൻ ഈ സൈഡിൽ നിന്ന് ചെണ്ട കൊട്ടി പാട്ട് പാടുന്നുണ്ട്. രസമുണ്ട് കേട്ടോ. എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ചേട്ടൻ നമുക്ക് കുറച്ച് പൈസ കൊടുക്കാം. ഇത് ആക്ച്വലി ഒരു ഫുഡ് സ്ട്രീറ്റും കൂടിയാണ്. ഒത്തിരി ചെറിയ ചെറിയ കടകളുണ്ട്. ഇങ്ങനെ കുറേ വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നത്. ഇവിടെ മറ്റൊരു കടയുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോട്ട് ഡോഗ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ കട. എക്സ്പീരിയൻസ് ദ വേൾഡ് എന്ന് പറഞ്ഞ മറ്റൊരു കട. അതോടെയുള്ള കേട്ടോ. കുറേ ആൾക്കാരിലേക്ക് കൂടെ നടന്നിങ്ങനെ കാണുന്നൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. ഗൈസ്, എൻ്റെ മുമ്പിൽ നേരെ ഈ കാണുന്ന ഈ മനോഹരമായ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചു തന്നെ. ഇത് ആക്ച്വലി നമ്മളുടെ ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ITC ഇല്ലേ, ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ലിമിറ്റഡ്, ITCയുടെ ഹോട്ടലാണിത്. ITC രത്നദീപ എന്ന് പറഞ്ഞ കൊളംബോയിലെ തന്നെ മോസ്റ്റ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹോട്ടൽസിൽ ഒരെണ്ണമാണ്. ഇത് വലിയൊരു സമുച്ചയമാണ്. അത് ഇവിടുന്ന് ഈ കാണുന്ന ഏരിയ കംപ്ലീറ്റ് ഈ ഹോട്ടലാണ്. നടുക്കൊരു പാലം പോലെയൊക്കെ ഉണ്ട്. എന്ത് രസം നോക്കി കാണാനായിട്ട്, അടിപൊളി. ഇത് നേരെ അത് കണ്ടോ, ബീച്ച് ഫേസിംഗ് ആണ്. അപ്പം അവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡിലം വ്യൂ ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ ഓഷൻ്റെ കാണാൻ പറ്റുന്നത്. എന്തായാലും അടിപൊളി. എന്തായാലും ലൈറ്റ് കുറയും തോറും പുറത്ത് ഇരുട്ടായി വരുന്നതുകൊണ്ട് തന്നെ വൺ ഗാലെ ഫേസ് എന്ന് പറഞ്ഞൊരു മോൾ ഞാനിവിടെ കണ്ട സുഹൃത്തുക്കളെ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് പോയി നോക്കാം. കണ്ടിട്ട് നല്ല രസമുണ്ട്. ഏകദേശം അങ്ങനെ മോളുടെ അകത്ത് കയറി. മോള് കൊള്ളാട്ടോ, നല്ല ഫീലുണ്ട്, ആംബിയൻസ് ഉണ്ട്. അതുപോലെ പുറത്തെ ചൂടിൽ നിന്ന് നല്ലൊരു ശമനമുണ്ട്. അകത്തോട്ട് കയറിയപ്പോൾ നല്ല AC. ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നു നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും മേടിക്കാനൊന്നും പറ്റിയില്ല ഇവിടുന്ന്. ഇതൊരു സുവനീർസ് ഒന്നും അങ്ങനത്തെ ഉള്ള ഷോപ്സ് ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. ജസ്റ്റ് നമുക്ക് എന്തായാലും ഇതിലൊന്ന് കറങ്ങി നോക്കാം. ഗൈസ്, ഇത് ആക്ച്വലി മോള് മാത്രമല്ല കേട്ടോ. ഇത് മോളും ഓഫീസും ഹോട്ടലും റെസിഡൻസും എല്ലാം ആണ്. ഇത് ഷാങ്ഗ്രില ഹോട്ടലിലേക്കുള്ള വഴി, ലോബിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിവിടെ 2019 വന്നിട്ടുള്ള ഒരു മോളാണ്. മോളെന്നല്ല, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സമുച്ചയമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി നടക്കാനുണ്ട്. ഇത് ഇവിടെ എന്തോ ഒരു പരിപാടി പോലെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നോർമലി നമ്മളെ നാട്ടിലുള്ള മോൾസൊക്കെ പോലെ തന്നെ അതേപോലത്തെ ബ്രാൻഡ്സും നാട്ടിലുള്ളതില്ലാത്തതായിട്ടുള്ള ഒത്തിരി ബ്രാൻഡ്സൊക്കെ ഉണ്ട്. അതെല്ലാം സംഭവം കൊള്ളാം. നല്ല കുറച്ച് നേരം ഇവിടെ ഇരുന്ന് തണുപ്പ് കൊണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാനങ്ങനെ നടന്ന് ജസ്റ്റ് ഈ മോളിൻ്റെ ഫുഡ് കോർട്ടും കൂടി കാണാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ആരോ ഫുഡ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഷാങ്ഗ്രില ഹോട്ടൽ, അതും ആരോ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഷാങ്ഗ്രില തന്നെയാണ് ഈ മോളിൻ്റെ ഓണേഴ്സ് എന്നും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ പിസ്സ ഹട്ട്,
പിന്നെ എന്താണ് ബാസ്കിൻ റോബിൻസ്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ. മാൻഹാറ്റൻ ഫിഷ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ട്വിസ്റ്റിംഗ് സ്കൂപ്സ് എന്ന് പറഞ്ഞിട്ട് ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെ. ചായ് വാല എന്ന് പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ ചായ വെക്കുന്നുണ്ട്. കൊള്ളാട്ടെ, നൈസ് വൈബ് ഇവിടെ. ഇത് മാൻഹാറ്റൻ ഫിഷ് മാർക്കറ്റ് ആക്ച്വലി ഫിഷ് മാർക്കറ്റ് അല്ല, അത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്, അതിൻ്റെ പേരാണ് അങ്ങനെ കേട്ടോ. അത് കൊള്ളാം എന്തായാലും. പ്രൈസ് ഇവിടെ സബ്വേയുടെ ഒക്കെ പ്രൈസ് എഴുതി വെച്ചിരുന്നുണ്ട്. എല്ലാം 1500, 2900, 1900 അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത്. ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ 1000 രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതാണ്ട് 300 രൂപ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പൈസയിൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോയി. 2450 രൂപയൊക്കെയാണ് സാൻഡ്വിച്ചിൻ്റെ പ്രൈസൊക്കെ ചിലത് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി നമ്മുടെ കയ്യിൽ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ബർഗർ കിങ്ങിൽ കയറി ഞാൻ ജസ്റ്റ് ഒന്ന് മെനു നോക്കി. ഇവിടെ ബീഫുണ്ട്, ചിക്കനും ബീഫുണ്ട്, മട്ടനില്ല. നമ്മുടെ നാട്ടിൽ ബീഫില്ല, മട്ടനുണ്ട്. പക്ഷെ എനിക്ക് ബീഫാണ് ഇഷ്ടം ബർഗർ കിങ്ങിൽ ശരിക്കും. ഗൈസ് അങ്ങനെ ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് ആ റൂമിലെത്തിരിക്കണം. നല്ല ടയർഡ്. ഏകദേശം 4 കിലോമീറ്റർ ഞാൻ നടന്നു. കാര്യം അങ്ങോട്ട് മാത്രം 2 കിലോമീറ്റർ ഉണ്ട്, തിരിച്ചിങ്ങോട്ടും. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചുമ്മാ കറങ്ങിയ കുറച്ച് കിലോമീറ്റേഴ്സ് അല്ലാണ്ട് കൂട്ടി എന്തായാലും 4-4.5 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ടയേർഡായി. 4ാമത്തെ ദിവസമാണ്. കാര്യം നമ്മൾ ടൂറിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ട് പലപ്പോഴും എനിക്കെന്ന് വെച്ചാൽ വന്നിട്ട് എഡിറ്റ് ചെയ്യാനുള്ളത് കോപ്പി ചെയ്തിടണം, ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യണം, എന്നിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പം രാവിലെ നമ്മൾ അടുത്ത പരിപാടിക്ക് പോകുമ്പോൾ രാവിലെ എണീക്ക് വേണം. അപ്പോൾ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അടിപൊളി ട്രിപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്രീലങ്ക ഞാൻ ഒരിക്കലും മറക്കില്ല. ബിക്കോസ് ഫസ്റ്റ് സോളോ ആയിട്ട് ഞാൻ യാത്ര ചെയ്ത ഒരു ഫോറിൻ കൺട്രിയാണ് ശ്രീലങ്ക. അപ്പോൾ ഗ്രൂപ്പ് ടൂറിൻ്റെ കൂടെ ആയിരുന്നു, എന്നാൽ കൂടെ എനിക്ക് പരിചയമുള്ളവർ എൻ്റെ കൂടെ ഇല്ലാതെ പല സ്ഥലത്തും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്തത്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക്സ് ടു വിഡു ഹോളിഡേയ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ടൂർസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിഡു ഹോളിഡേയ്സ് എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ശ്രീലങ്കയിലൊക്കെ നല്ല അഫോർഡബിൾ പാക്കേജസ് ഉണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലത്തേക്ക് അവരുടെ പാക്കേജസ് ഉണ്ട്. നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് കൊളംബോയിനോടും ശ്രീലങ്കയോടും നമ്മൾ ബൈ പറയണം. നാളെ നമ്മൾ തിരിച്ചു പോകും. അതും വ്ളോഗ് ഉണ്ടാവും, അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ മിസ്റ്റർ വ്ളോഗ്സ്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. Until then, you take care. Bye bye.